കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ ഇനി ട്രെയിനിൽ പോകാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 79 വർഷത്തിന് ശേഷമാണിത്. വിമാനത്തിലോ റോഡ് മാർഗമോ അല്ലാതെ ജമ്മുവിൽ നിന്ന് കശ്മീരിലേക്ക് ഇനി ട്രെയിനിൽ ചെന്നിറങ്ങാം. അതും വന്ദേ ഭാരത് എക്സ്പ്രസിൽ. ഉധംപൂർ ബാരാമുള്ള റെയിൽ റിംഗ് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതോടെയാണിത്. കുറഞ്ഞ ചെലവിൽ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി എങ്ങനെ കശ്മീരിലെ കാഴ്ചകൾ കാണാമെന്നും ഞാൻ പറഞ്ഞു തരാം. ഡൽഹിയിൽ നിന്ന് ജമ്മുവിലെ കട്ര റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ഇതുവരെ ട്രെയിനിൽ പോകാൻ പറ്റിയിരുന്നത്. കശ്മീർ താഴ്വരയിലേക്കുള്ള സഞ്ചാരികൾ കട്രയിൽ ഇറങ്ങി ശ്രീനഗർ ജമ്മു ഹൈവേയിലൂടെ 8 മുതൽ 10 മണിക്കൂർ വരെ യാത്ര ചെയ്യണം. മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയും ട്രാഫിക് ബ്ലോക്കും കാരണം ഈ യാത്ര മണിക്കൂറുകൾ പിന്നെയും നീളും. ഇതിന് പരിഹാരമാണ് കട്രയിൽ നിന്നും ബനിഹാൾ വഴി ശ്രീനഗറിലേക്കുള്ള റെയിൽവേ പാത. 1994 നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കുക പക്ഷേ എളുപ്പമായിരുന്നില്ല. 119 കിലോമീറ്റർ നീളത്തിൽ 36 തുരങ്കങ്ങൾ, 943 പാലങ്ങൾ, അതും ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ ചെനാബും എഞ്ചിനീയറിംഗ് വിസ്മയമായ 5 ബ്രിഡ്ജും അടക്കമുള്ളത്. അങ്ങനെ നിരവധി കടമ്പകൾ കടന്നാണ് കശ്മീർ താഴ്വരയുടെ വ്യാപാര ടൂറിസം സാധ്യതകൾക്ക് വമ്പൻ കുതിപ്പേകുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇനി എങ്ങനെ കുറഞ്ഞ ചെലവിൽ ഈ കാഴ്ചകൾ കാണാമെന്നല്ലേ? കേരളത്തിൽ നിന്നും ഡൽഹിയിലെത്തുകയാണ് ആദ്യ മാർഗം. ഇവിടെ നിന്നും കട്രയിലേക്ക് നിരവധി ട്രെയിനുകളുണ്ട്. കട്രയിൽ നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ 8:10 ഉച്ചയ്ക്ക് 2 പുറപ്പെടുന്നത്. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് രാവിലെ 8 ഉച്ചയ്ക്ക് 2:55 ട്രെയിനുകൾ ഉള്ളത്. വർഷങ്ങളായി കശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്.